റീന കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും. കേസിൽ ഭർത്താവ് മനോജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മനോജിനെതിരെ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, കുറ്റക്കാരനാണ് മനോജ് എന്ന് കോടതി തന്നെ വ്യക്തമായ ഒരു സാഹചര്യം. ഇത് ഏത് തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കടക്കുമെന്നുള്ള വിലയിരുത്തലൊക്കെയാണ് നിയമവൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എപ്പോഴത്തേക്ക് ശിക്ഷാവിധി വരും? അപർണ, പത്തനംതിട്ട റീന കൊലക്കേസിലെ പ്രതി മനോജിനെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് മനോജിനെ എത്തിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു മനോജ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസിന് ഒരു അന്തിമമായ ഒരു വിധി ഇന്നലെ ഉണ്ടായത്. കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായി ഇന്നലെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്മേലാണ് ഇന്ന് ശിക്ഷ വിധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പരമാവധി ശിക്ഷ മനോജിന് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. റീനയുടെ കുടുംബവും മക്കളും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ്. അതിന് പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് റീനയുടെ മക്കൾക്കും കുടുംബത്തിനുള്ളത്. എന്തായാലും 2014 ഡിസംബർ 28 പുലർച്ചെയാണ് ഈ റീനയെ മനോജ് കൊലപ്പെടുന്നത്. സംശയം കൊണ്ട് മാത്രമാണുള്ള ഒരു കൊലപാതകമാണ്. ഇഷ്ടിക കൊണ്ടും ജാക്കിലിവർ കൊണ്ടും തലക്കടിച്ച് മാരകമായി മുറിവേൽപ്പിച്ചായിരുന്നു കൊലപാതകം. ഒപ്പം മക്കളും അന്ന് ഒപ്പം ഉണ്ടായിരുന്നു. മക്കൾ 10ഉം 11ഉം വയസ്സുള്ള 2 മക്കളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം മനോജ് ചെയ്തത്. തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ഈ കേസുമായി ബന്ധപ്പെട്ടത് 2014 നടന്ന കേസ് 11 വർഷത്തിന് ശേഷമാണ് ഇതിപ്പോൾ വിധി പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ അന്നുണ്ടായിരുന്നു. അറിയിക്കുന്ന ഒരു ശിക്ഷ മനോജിന് ലഭിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പ്രോസിക്യൂഷനുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ മനോജിനെ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഈ കേസിൽ വിധി പറയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവർണ, ശശിധരൻ, ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ് വരുന്നതെങ്കിൽ അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രതിഭാഗം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അവർണ, ഒരുപക്ഷെ അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും 32 സാക്ഷികളും 23 തൊണ്ടിമുതലും ഒക്കെ ഹാജരാക്കി കേസിൽ നിർണായകമായി പോലീസിന് തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായും കോടതി ഇന്നലത്തെ വാദത്തിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശിക്ഷ വിധിക്കാൻ തീരുമാനിച്ചത്. ആ ശിക്ഷയിൽ അർഹിക്കുന്ന ഒരു ശിക്ഷ, അതായത് കൊലപാതകം, ക്രൂരമായ മക്കളുടെ മുന്നിൽ വെച്ചുള്ള നിഷ്ഠൂരമായ കൊലപാതകം, ആ കൊലപാതകത്തിൽ അർഹിക്കുന്ന ഒരു ശിക്ഷ പ്രതിക്ക് നൽകണമെന്നും പ്രോസിക്യൂഷൻ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷയുള്ളത്. എന്തായാലും പ്രതിയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നാട്ടുകാരും ഒപ്പം റീനയുടെ കുടുംബാംഗങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. 10ഉം 11ഉം വയസ്സായിരുന്നു മക്കൾക്കുണ്ടായിരുന്നവർക്ക് 18 വയസ്സിന് പുറത്തായിട്ടുണ്ട്. എന്തായാലും ആ കുട്ടികളും ഈ ശിക്ഷ ആഗ്രഹിക്കുന്നുണ്ട്. ആ അർഹിക്കുന്ന പോലൊരു ശിക്ഷ ഈ കൃത്യം നടത്തിയ മനോജിന് ലഭിക്കണമെന്നാണ് പറയുന്നത്. കാരണം നിസ്സാരം ഒരു ഫോൺ സന്ദേശത്തിന്റെ, ഒരു ഫോൺ വിളിയുടെ ഭാഗമായി സംശയം തോന്നിയതിന്റെ പേരിലാണ് റീനയെ മനോജ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പല ദിവസങ്ങളിലും ജീവിതത്തിൽ പല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതെല്ലാം പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പരിഹരിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇത്തരം സംശയത്തിന്റെ പേരിൽ മാത്രം ഒരു സാധു സ്ത്രീയെ അർദ്ധരാത്രി കൊലപ്പെടുത്തിയ കേസിൽ അർഹിക്കുന്ന ശിക്ഷ പ്രതിക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് നാട്ടുകാർക്കും റീനയുടെ കുടുംബത്തിനുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ ഈ ശിക്ഷാ വിധി എന്തായാലും ജഡ്ജി പുറപ്പെടുവിക്കും. അതിനുള്ള പത്തനംതിട്ട റീന കൊലക്കേസ് കൊലപാതകം നടന്ന 11 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷാ വിധി വരുന്നത്. ഇപ്പോൾ